അർജുൻ കല്യാട് കല്ലും മണ്ണും അതുപോലെ തന്നെ 2 ആൽമരവും ഒക്കെ വ്യക്തമായി കാണാൻ കഴിയുന്ന പുറത്ത് ഇപ്പോൾ ആ വെള്ളം ഒഴുകുന്ന ഭാഗത്ത് ജലോപരിതലത്തിൽ എത്രത്തോളം തെളിഞ്ഞു കിടക്കുന്നു അതുപോലെ തന്നെ അടിയിലും തെളിഞ്ഞു കാണുന്നുണ്ട് എന്നാണല്ലോ മാൽപേ പറയുന്നത്. ഒരു വലിയ ലോഹഭാഗത്തിന്റെ സ്ലാൻഡിംഗ് പൊസിഷനിലുള്ള സിഗ്നൽ എന്നാണ് ഐബോ ഡ്രോൺ പരിശോധനയിലൊക്കെ കണ്ടെത്തി നമ്മുടെ മുന്നിലേക്ക് ഔദ്യോഗികമായി തന്നെ പറഞ്ഞത്. പക്ഷേ ആ വാഹനത്തിന്റെ ഇത്രയും വലിയൊരു ട്രക്കല്ലേ, അതിന്റെ ഒരു ഭാഗം പോലും കാണാൻ കഴിയാത്തത് എന്തുകൊണ്ടാകും, അല്ലെങ്കിൽ അതിനടുത്തേക്ക് എത്താൻ കഴിയാത്തത് എന്തുകൊണ്ടാകും? സുജിയ, അതായത് വലിയൊരു അളവിൽ മണ്ണും അതുപോലെ തന്നെ പാറകളും ഒക്കെ വന്നടിഞ്ഞതാണ്. ഒരു മലയുടെ ഭാഗം അപ്പാടെ തന്നെ താഴേക്ക് പതിച്ചതാണ്. അപ്പോൾ ഈ മണ്ണിനടിയിൽ തന്നെ പുതഞ്ഞു കിടക്കാനുള്ള സാധ്യതയാണ്, ട്രക്ക് അത്തരത്തിൽ മണ്ണിനടിയിൽ ഉണ്ടാവാനുള്ള സാധ്യതയാണ് ആദ്യം മുതലേ നമ്മൾ തേടിയിരുന്നത്. അപ്പോൾ ഇപ്പോഴും മാൽപ്പയും സംഘവും നേവിയുടെ സംഘവും NDRFും SDRFും ഒക്കെ ആ ഒരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയുള്ള പരിശോധനയാണ് നടത്തുന്നത്. അതായത് ഈ ചളി അല്ലെങ്കിൽ ഈ താഴെ ഭാഗത്ത്, ഈ നദിയുടെ താഴെ ഭാഗത്ത് മണ്ണും കല്ലുമൊക്കെയുള്ള ഭാഗത്ത് എവിടെയെങ്കിലും ഈ ട്രക്കിൻ്റേതെന്ന് തോന്നിപ്പിക്കുന്ന ഒരു ഭാഗമുണ്ടോ എന്നുള്ളൊരു പരിശോധനയാണ് നടത്തിക്കൊണ്ടേയിരിക്കുന്നത്. ഇന്ന് രാവിലെ മുതൽ ഈ മാൽപ്പേ ഓരോ ഡൈവ് നടത്തുമ്പോഴും ആ കാര്യം തന്നെയാണ് പരിശോധിച്ചിരുന്നത്. പക്ഷേ അത്തരത്തിൽ സംശയം തോന്നിപ്പിക്കുന്ന രീതിയിൽ നമുക്ക് ആകെ ലഭിച്ചു എന്ന് പറയാൻ വേണ്ടി കഴിയുന്നത് അർജുൻ്റെ ട്രക്കാണ്, അല്ലെങ്കിൽ അർജുൻ്റെ ട്രക്കിൻ്റേതെന്ന് സംശയിക്കാവുന്ന തരത്തിൽ, അല്ലെങ്കിൽ അത്തരത്തിൽ ട്രക്കിൻ്റെതാണെന്ന സ്ഥിരീകരണം ലഭിക്കുന്ന ഒരേ ഒരു ഭാഗം എന്ന് പറയുന്നത് ഈ ഹൈഡ്രോളിക് ജാക്കി മാത്രമാണ്. ഇന്നത്തെ രാവിലത്തെ തെരച്ചിൽ വലിയൊരു പ്രതീക്ഷയായി രണ്ടാമത്തെ ഡൈവിങ്ങിൽ തന്നെ മാൽപ്പേ ഒരു ലോഹഭാഗവും കൊണ്ട് ഇവിടത്തേക്ക് വന്നിരുന്നു. പക്ഷേ അത് അത്തരത്തിൽ ട്രക്കിന് അത്തരത്തിലുള്ള ലോഹഭാഗം ഉണ്ടാവേണ്ടതില്ല, അത് ഒരുപക്ഷെ ഈ ടാങ്കറിൻ്റെതായിരിക്കാം എന്നുള്ളൊരു നിഗമനത്തിലേക്ക് പിന്നീട് എത്തി. അപ്പോൾ അതും ഒരു പ്രതീക്ഷ അറ്റുപോകുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. അതിനുശേഷം നിരവധിയായിട്ടുള്ള ഡൈവ്, രണ്ടാമത്തെ ഡൈവിന് ശേഷം ഓരോ തവണ ഡൈവ് ചെയ്യുമ്പോഴും നമുക്കെല്ലാം പ്രതീക്ഷയോടുകൂടിയാണ് നോക്കിയിരുന്നത്. അതിനിടയിലാണ് ഒരു എല്ലിൻ്റെ കഷ്ണം മാൽപ്പേ ഉയർത്തിക്കൊണ്ടുവരുന്നത്. ആ സമയത്ത് തന്നെ സതീഷ് കൃഷ്ണശൈൽ MLA ഉൾപ്പെടെ ഈ ഡെങ്കി ബോട്ടിൽ ഈ മാൽപ്പയുടെ അടുത്തേക്ക് പോവുകയും ഈ കാര്യങ്ങൾ നോക്കുകയും ചെയ്തിരുന്നു. അത് വളരെ വ്യക്തമായി നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിഞ്ഞതുമാണ്. പക്ഷേ അത് അവർ പരിശോധിച്ച ഘട്ടത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത് അത് ഒരു മനുഷ്യ ശരീരവുമായി ബന്ധപ്പെട്ട മനുഷ്യ ശരീരത്തിൻ്റെ എല്ലിൻ കഷ്ണമല്ല എന്നുള്ളത് മനസ്സിലാക്കുകയും അത് ഉപേക്ഷിക്കുകയുമായിരുന്നു. എന്തായാലും അങ്ങനെ ഈ നദിയിൽ കാണാൻ വേണ്ടി കഴിയും. ഇപ്പോൾ എന്തായാലും കാലാവസ്ഥ വളരെ തെളിഞ്ഞ അന്തരീക്ഷമാണ്, നല്ല വെയിലാണ്. അതുകൊണ്ട് തന്നെ ഈ നദിക്കടിയിൽ കലക്കില്ലാത്ത കലക്കില്ലാതെ ഒഴുകുന്ന നദിയായതുകൊണ്ട് തന്നെ ഇപ്പോൾ എന്തായാലും ഈ നദിക്കടിയിലേക്ക് പോലും ഈ സൂര്യപ്രകാശം കടന്നു ചെന്നിട്ടുണ്ട്. അതിന് പുറമെ ഈ ഈശ്വർ മാൽപ്പേ അദ്ദേഹം ഈ അണ്ടർ വാട്ടർ ഇതിലേക്ക് ഉപയോഗിക്കുന്ന ടോർച്ച് കൂടി കയ്യിൽ കരുതുന്നുണ്ട്. അപ്പോൾ ഓരോ സ്ഥലത്തേക്കും പോയി കൃത്യമായ തോതിൽ നദിക്കടിയിലുള്ള കാര്യങ്ങൾ കൃത്യമായ തോതിൽ നോക്കുക, അതിൽ സംശയം തോന്നുന്ന കാര്യങ്ങൾ ഉയർത്തി നോക്കുക, അവിടെ വെച്ച് പരിശോധിക്കുക തുടങ്ങിയിട്ടുള്ളൊരു രീതിയാണ് മാൽപ്പേ സ്വീകരിച്ചത്. ഇന്ന് രാവിലെ മുതൽ ഏകദേശം 13ഓളം ഡൈവുകൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അതിൽ ചെറുതും വലുതുമായ ഡൈവുകളുണ്ട്. ഓക്സിജൻ സിലിണ്ടറുകൾ ഉൾപ്പെടുത്താതെ ഡൈവ് ചെയ്തിട്ടുണ്ട്. ഓക്സിജൻ സിലിണ്ടറോടുകൂടി തന്നെ ഡൈവ് ചെയ്ത ഡൈവുകളുണ്ട്. അപ്പോൾ അർജുൻ കല്യാട് ഇനിയിപ്പോൾ ഈ 2 ആൽമരങ്ങൾ കിടക്കുന്ന സ്പോട്ട് നമ്പർ 4 അവിടെ അതിനടിയിൽ ഒന്നും കണ്ടില്ല എന്നാണ് മാൽപ്പേ ഇപ്പോൾ നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. നാളെ സ്വാതന്ത്ര്യ ദിനമാണ്, നാളെ തെരച്ചിലില്ല, ഇന്ന് തന്നെ അതിൻ്റെ ഒരുക്കങ്ങളിലായിരുന്നു രാവിലെ എന്ന് ജില്ലാ ഭരണകൂടവും പറയുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഗോവയിൽ നിന്ന് പാൻറ്റൂൺ എത്തിക്കുക, ഡ്രഡ്ജർ എത്തിക്കുക, അത് ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിൽ, അതിനൊക്കെ ഇനിയും കാലതാമസമുണ്ടോ? അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയോ? അതോ ഇനി അതൊക്കെ കൊട്ടേഷൻ എടുത്ത് എവിടെയാണുള്ളതെന്ന് ഉറപ്പാക്കി അങ്ങനെയാണോ? ഗോവ സർക്കാരുമായൊക്കെ ബന്ധപ്പെട്ട് കഴിഞ്ഞോ? എന്താണ് അതിൽ സതീഷ് സെയിൽ MLA വരുത്തുന്ന വ്യക്തത? സുജിയ, ഏറ്റവും പ്രധാനമായി നമ്മളിതിൽ കാണേണ്ടത് ഏതെങ്കിലും തരത്തിലൊരു ഉപകരണം ഇവിടെ എത്തിക്കണമെന്നുള്ള ദൃഢനിശ്ചയം ഇവിടുത്തെ ഭരണാധികാരികൾക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അത് ഇവിടത്തേക്ക് എത്തിക്കാൻ ഇതിനു മുൻപേ തന്നെ കഴിയുമായിരുന്നു. പക്ഷേ ഇപ്പോഴും അത് എത്തിയിട്ടില്ല. ഇപ്പോഴും അത് പറയുകയാണ്. അതായത് നാളെ ഇപ്പോൾ സ്വാതന്ത്ര്യ ദിനമാണ്, ഡ്രഡ്ജർ എത്തിക്കേണ്ടത് ഗോവയിൽ നിന്നാണ്, അത് ഇവിടത്തേക്ക് എത്തിക്കാൻ തടസ്സങ്ങളുണ്ട്, അത് പരിഹരിക്കാനുള്ള ഇടപെടൽ നടത്തുന്നു, കത്തിടപാടുകൾ നടത്തുന്നു. കേരള സർക്കാർ തൃശ്ശൂരിൽ നിന്നും കൃഷി വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പോണ്ടൂൺ ഇവിടത്തേക്ക് എത്തിക്കുമെന്നുള്ള കാര്യം പറഞ്ഞിരുന്നു. പക്ഷേ അതും എത്തിക്കാൻ വേണ്ടി കഴിയാത്ത സാഹചര്യമാണ്. അവിടുത്തെ സർക്കാരിൽ കുറച്ചുകൂടി സമ്മർദ്ദം ചെലുത്തി ഇവിടത്തേക്ക് എത്തിക്കാനുള്ള ശ്രമം നിങ്ങളും നടത്തണമെന്ന് മാധ്യമങ്ങളോട് പറയുന്നു. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് പരസ്പരമുള്ള പഴിചാരലുകളും കുറ്റപ്പെടുത്തലുകളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില സംഭാഷണങ്ങളും മാത്രമാണ് നടക്കുന്നത്. ഇതിൽ കൃത്യമായ തോതിൽ ഒരു സംവിധാനം ഉണർന്ന് പ്രവർത്തിക്കുക, നിശ്ചയദാർഢ്യത്തോടു കൂടി ആ സംവിധാനം ഉണർന്ന് പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇതിനു മുമ്പേ തന്നെ ഈ സംവിധാനങ്ങൾ ഇവിടത്തേക്ക് എത്തിക്കാൻ വേണ്ടി കഴിയുമായിരുന്നു. നമ്മൾ ആദ്യഘട്ടത്തിൽ തന്നെ ഈ തെരച്ചിലിൻ്റെ ആദ്യഘട്ടം തുടങ്ങി ഒരു ബൂം എക്സ്കവേറ്റർ
ടാങ്കർ എത്തിക്കുന്നതിന് വേണ്ടി എത്രമാത്രം കഷ്ടപ്പെടലുകളാണ്, അല്ലെങ്കിൽ 2-3 ദിവസം അതിനുവേണ്ടി കാത്തിരിക്കേണ്ടി വരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായി മന്ത്രി മുഹമ്മദ് റിയാസും AK ശശീന്ദ്രനും ഉൾപ്പെടെയുള്ളവർ ഇവിടത്തേക്ക് എത്തുന്നു. MLA-മാർ, കേരളത്തിൻ്റെ MLA-മാർ ഇവിടത്തേക്ക് എത്തുന്നു. അതിലൊരു തീരുമാനമെടുക്കുന്നു, പോണ്ടൂൺ മിഷൻ എത്തിക്കാമെന്നുള്ള തീരുമാനമെടുക്കുന്നു. പക്ഷേ പോണ്ടൂൺ ഇവിടത്തേക്ക് എത്തുന്നില്ല. അതിനുശേഷം കേരള സർക്കാർ അതിനകത്തുള്ളൊരു അതൃപ്തി കർണാടക സർക്കാരിനോടും പ്രത്യേകിച്ച് ഇവിടെയുള്ള ജില്ലാ ഭരണകൂടത്തോടും വ്യക്തമാക്കുന്നു. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഉപകരണം ഇവിടത്തേക്ക് എത്തിക്കണമെങ്കിൽ ഈ ദൗത്യത്തിൻ്റെ നിർണായകമായ ഘട്ടത്തിൽ അതിൻ്റെ ഒരു അന്തിമഘട്ടത്തിലേക്ക് ഒരു ഉപകരണം ഇവിടത്തേക്ക് എത്തിക്കണമായിരുന്നുവെങ്കിൽ അതിനകത്ത് ഒരു നിശ്ചയദാർഢ്യം ഇവിടുത്തെ ജില്ലാ ഭരണകൂടത്തിനും സർക്കാരിനും ഉണ്ടായിരുന്നുവെങ്കിൽ അത് ഇതിനു മുമ്പേ ഇവിടത്തേക്ക് എത്തുമായിരുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇപ്പോഴും ആ സംവിധാനങ്ങളൊന്നും തന്നെ, ഉപകരണങ്ങളൊന്നും തന്നെ ഇവിടത്തേക്ക് എത്തിയിട്ടില്ല. ഇപ്പോഴും നേരത്തെ പറഞ്ഞിരുന്നത് നദിയുടെ അടിയിലെ സീറോ വിസിബിലിറ്റി എന്നാണ്. ആദ്യഘട്ടത്തിൽ തെരച്ചിൽ നടത്തുമ്പോൾ പറഞ്ഞിരുന്ന, ആവർത്തിച്ച് ഉപയോഗിച്ചിരുന്ന വാക്ക് സീറോ വിസിബിലിറ്റി ആണ്. ഇപ്പോൾ ഈശ്വർ മാൽപ്പേ തന്നെ പറയുന്നു പുഴയുടെ അടിത്തട്ട് തെളിഞ്ഞു കാണാം. എങ്ങനെയാണ് ജലോപരിതലം അതുപോലെ തന്നെയാണ് പുഴയുടെ അടിത്തട്ടുമെന്ന്. അപ്പോൾ ക്ലീനായി കാര്യങ്ങൾ കാണാം. അവിടെ ഒരു അണ്ടർ വാട്ടർ ക്യാമറ ഉപയോഗിക്കാം, മറ്റ് സംവിധാനങ്ങൾ കൊണ്ടുവരാം. അവിടെ ഈ ഒരു ലോഹഭാഗം ഉണ്ടോ എന്നറിയുന്നതിനായിട്ടുള്ള പരിശോധനകൾ, മാഗ്നറ്റിക് പരിശോധനയൊക്കെ നടത്താമെന്ന് അന്ന് തന്നെ ഈ ഡ്രോൺ പരിശോധന നടത്തിയ സംഘം തന്നെ പറഞ്ഞതാണ്. അങ്ങനെയുള്ള പരിശോധനകളിലേക്ക് പോലും കടക്കുന്നില്ലല്ലോ. ഇതിപ്പോൾ മാൽപ്പയും സംഘവും ഒപ്പം നേവിയുടെ സ്കൂബ ടീം നടത്തുന്ന ഒരു മുങ്ങിത്തപ്പൽ അത് മാത്രമാക്കി ചുരുക്കുകയാണോ അവിടെ അർജുൻ കല്യാട്? തീർച്ചയായിട്ടും അത് തന്നെ വേണം നമ്മൾ കരുതാൻ എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാവുന്നത്. അതായത് ഈ പറയുന്നത് പോലെ ഓരോ സംവിധാനങ്ങൾ നിരന്തരമായി എത്തിക്കുമെന്ന രീതിയിൽ പ്രഖ്യാപനങ്ങളല്ലാതെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില ഉറപ്പുകളല്ലാതെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള യാതൊരുവിധ സംവിധാനങ്ങൾ ഇവിടത്തേക്ക് എത്തുന്നില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഇപ്പോഴും പറയുന്നത് നാളെ ഇപ്പോൾ ആഗസ്റ്റ് 16 ഗോവയിൽ നിന്നും എത്തിക്കുമെന്ന് പറഞ്ഞിട്ടുള്ള ഈ ഡ്രഡ്ജിംഗ് മിഷൻ ഇവിടത്തേക്ക് എത്തിക്കണമെങ്കിൽ ചില സാങ്കേതിക പരിമിതി നാളെ ഉണ്ട്. കാരണം സ്വാതന്ത്ര്യദിനമാണ്. ഇവിടെയുള്ള ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ഭരണാധികാരികളും എല്ലാം അതിൻ്റെ തിരക്കിലായിരിക്കും എന്നുള്ള കാര്യമാണ് പറയുന്നത്. പക്ഷേ ഇത് സാങ്കേതികമായി നീണ്ടു പോകുന്നു എന്നതിനപ്പുറത്ത് ഇത് പരിഹാരമുണ്ടാവുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. ഇനിയിപ്പോൾ മറ്റന്നാളായിരിക്കും ഇത് തുടങ്ങുക. ഈ ദൗത്യം ഒരുപക്ഷെ ഇന്ന് ഈ പറയുന്ന 3 പോയിന്റുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് 1, 2, 3 എന്ന് മാൽപ്പേ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. MLA-യും അക്കാര്യം പറഞ്ഞിട്ടുണ്ട്. 1, 2, 3 നേരത്തെ കണ്ടെത്തിയിട്ടുള്ള, നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ള ആ സ്പോട്ടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധന ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഒരുപക്ഷെ നടന്നേക്കും. അപ്പോൾ ആ നടക്കുന്ന ഘട്ടത്തിൽ സ്വാഭാവികമായും അത്തരത്തിൽ ഒരു പരിശോധന, ഡൈവിങ് മാത്രമാണ് നടക്കുക. ഏതെങ്കിലും ഘട്ടത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ, അതായത് ഈ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകാൻ ആ ഡൈവിംഗ് കൊണ്ട് സാധ്യമാവില്ല എന്ന കാര്യം ഏറെക്കുറെ വ്യക്തമായി. കാരണം മാൽപ്പേ തന്നെ അത് സ്ഥിരീകരിക്കുകയും ചെയ്തു. ഈ താഴെ ഭാഗത്ത് ഇത്തരത്തിൽ ഇത് എത്തിക്കണമെങ്കിൽ വലിയ തോതിൽ പ്രയാസമുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഏറ്റവും പ്രധാനമായി ഈ ഡ്രഡ്ജിംഗ് മിഷനോ അല്ലെങ്കിൽ വലിയ സംവിധാനങ്ങളോ ഇവിടത്തേക്ക് എത്തിച്ചേ മതിയാവൂ എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. അതുകൊണ്ട് തന്നെ അത് എത്തിക്കുന്നതിൽ ചില കാലതാമസവും സാങ്കേതിക തടസ്സങ്ങളും ഉണ്ടാവുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി അതില്ലാതെ ഈ പറയുന്ന പോലെ നമുക്ക് നാളെ എന്തായാലും സാധ്യമാവില്ല. അവർ ഏറെക്കുറെ അത് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ തിരച്ചിൽ ഉണ്ടാവില്ല എന്നുള്ളത് ഒറ്റവാക്കിൽ അല്ലെങ്കിൽ പ്രത്യക്ഷമായി പറഞ്ഞില്ലെങ്കിൽ കൂടി അസന്നിഗ്ധമായി അത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ തിരച്ചിൽ ഉണ്ടാവില്ല എന്നുള്ള കാര്യം. ഒരുപക്ഷെ മറ്റന്നാളായിരിക്കും. അതും നേരത്തെ തന്നെ കോടതിയുടെ ഉത്തരവൊക്കെ ഉണ്ടായിരുന്നിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കോടതിയെ ബോധ്യപ്പെടുത്തുക എന്നുള്ളത് മാത്രമായി ഈ ദൗത്യം, അതായത് രണ്ടാമതും പുനരാരംഭിച്ചിട്ടുള്ള ഈ ദൗത്യം മാറുന്നുവെന്ന് സംശയമാണ് നമുക്കിപ്പോൾ തോന്നുന്നത്. കാരണം കൃത്യമായ തോതിൽ പരസ്പരമുള്ള ചില പഴിചാരലുകൾ മാത്രമാണ്. ഇവിടെ നിന്ന് നിങ്ങളുടെ തൃശ്ശൂരിൽ നിന്ന് എത്തിക്കാമെന്ന് പറഞ്ഞ ഉപകരണം എത്തിയിട്ടില്ല, പോണ്ടൂൺ സംവിധാനം ഇവിടത്തേക്ക് എത്തിയിട്ടില്ല, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ചില കുറ്റപ്പെടുത്തലുകളും ചില പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കലും മാത്രമാണ് നടക്കുന്നതെന്നാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം. എന്തായാലും 16-ാം തീയതി ഇനി ദൗത്യം തുടങ്ങുമോ ഇല്ലയോ എന്നുള്ള കാര്യം ഒരു ആശങ്കയാണ്. നാളെ എന്തായാലും ദൗത്യം ഉണ്ടാവില്ല എന്നുള്ളത് അസന്നിഗ്ധമായി തന്നെ ഭരണാധികാരികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ മറ്റന്നാൾ വീണ്ടും തുടങ്ങുമോ, അല്ലെങ്കിൽ അതും ഇതുപോലെ ഒരു കണ്ണിൽ പൊടിയിടാൻ മാത്രമുള്ള അത് പറയുമ്പോൾ കൂടി ഒരു കാര്യം നമ്മൾ പറയേണ്ടതുണ്ട്. ഈശ്വർ മാൽപ്പയെ പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി വളരെ ശ്രമകരമായ തോതിൽ ഒട്ടും അതിനകത്ത് വിശ്രമം പോലും ഇല്ലാതെ ആത്മാർത്ഥമായിട്ടുള്ള ഇടപെടൽ നടത്തുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെയധികം ഈശ്വർ മാൽപ്പയുടെ ഒരു ആത്മാർത്ഥതയെ, അതിനെ മലയാളികൾ എല്ലാവരും ഇപ്പോൾ ഈശ്വർ മാൽപ്പേ എന്നുള്ള പേര് ആവർത്തിച്ചുരുവിടുന്നത് അത്ര ആത്മാർത്ഥമായിട്ടാണ് ഈ തെരച്ചിലിനായി ഈശ്വർ മാൽപ്പേ അവിടെ എത്തിയത്. ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ ജില്ലാ ഭരണകൂടമോ ഒന്നും എത്തുന്നതിന്
മുൻപ് തന്നെ അവിടേക്ക് എത്തി വെള്ളം അടിയൊഴുക്കുണ്ടോ എന്ന് നോക്കാൻ കഴിഞ്ഞ ദിവസം എത്തുന്ന മാൽപ്പയെ നമ്മൾ കണ്ടു. ഇന്നലെ അവിടെ എത്തി കാത്തു നിൽക്കുന്ന മാൽപ്പയെ, ഇന്ന് എല്ലാവരും വരുന്നതിന് മുൻപ് തന്നെ അവിടെ എത്തുന്ന മാൽപ്പയെ. അങ്ങനെ മാൽപ്പയെ ഇതിൽ തികച്ചും ആത്മാർത്ഥതയോടുകൂടിയാണ്. അതായത് അവിടെയുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുന്ന ഒരു അടിയൊഴുക്കിൽ ഒട്ടും തന്നെ ഉലഞ്ഞില്ലല്ലോ മാൽപ്പയെ. അങ്ങനെ ഉലയാതെ നിന്നതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഈ തെരച്ചിൽ തന്നെ സാധ്യമായത്. ആ തെരച്ചിലിനൊടുവിൽ മാൽപ്പയെ വന്ന് പറയുന്ന കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഇതുപോലെയുള്ള നദികളിൽ അല്ലെങ്കിൽ കടലിൽ ഒക്കെ അടിയൊഴുക്കും അല്ലാത്ത പ്രതിസന്ധികളും ഒക്കെയുള്ള ഇടങ്ങളിൽ നീന്തിക്കയറി അവിടെ നിന്ന് മനുഷ്യരെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളതാണ്, മൃതദേഹങ്ങൾ മുങ്ങിത്തപ്പിയെടുത്തിട്ടുള്ളതാണ്. അങ്ങനെയെല്ലാം ചെയ്തിട്ടുള്ള മാൽപ്പയ്ക്ക് ഇവിടെ 13 ഡൈവുകൾ പൂർത്തിയാക്കുമ്പോൾ നമുക്ക് തരാനുള്ള മറുപടി എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ എനിക്കൊന്നും കാണാൻ കഴിഞ്ഞില്ല, 30 അടിയോളം താഴ്ചയുണ്ട്, അത്രയും ഞാൻ ആഴത്തിൽ പോയി, ഈ കിട്ടിയ ഹൈഡ്രോളിക് ജാക്കി മണ്ണിൽ ഉറച്ചു കിടക്കുകയായിരുന്നു, അത് ഞാൻ പൊക്കിയെടുത്തു കഴിഞ്ഞ ദിവസം. ഇന്ന് നടത്തിയ 13 ഡൈവിലും അങ്ങനെ ഒരു വസ്തുവിലേക്ക് പോലും എത്താൻ കഴിഞ്ഞിട്ടില്ല. മണ്ണും പാറയും പിന്നെ മരങ്ങളും അത് മാത്രമാണ് കണ്ടത് എന്ന് മാൽപ്പയെ ഉറപ്പിച്ചു പറയുകയല്ലേ അർജുൻ? തീർച്ചയായിട്ടും സുജിയെ സൂചിപ്പിച്ചതുപോലെ തന്നെ മാൽപ്പ ഇതിനകത്തൊരു ആത്മാർത്ഥമായിട്ടുള്ള, നമുക്കൊന്നും അതിനെ വിലമതിക്കാനാവാത്ത രീതിയിൽ ഉള്ള ഒരു പ്രവർത്തനമാണ് മാൽപ്പയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്, മാൽപ്പയെ ഇന്ന് രാവിലെ ഓരോ തവണ സംസാരിക്കുമ്പോൾ അദ്ദേഹം ആ രീതിയിൽ തന്നെയാണ് സംസാരിക്കാറുള്ളത്. മാൽപ്പ ഇന്ന് രാവിലെ സംസാരിക്കുമ്പോൾ ആദ്യം തന്നെ നമ്മൾ ചോദിക്കുമ്പോൾ മാൽപ്പ പറയുന്നൊരു മറുപടിയുണ്ട്. അത് ഇന്നത്തേത് മാത്രമല്ല, എല്ലാ തവണ മാൽപ്പ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴും നമ്മളോട് വ്യക്തിപരമായി സംസാരിക്കുമ്പോൾ പോലും മാൽപ്പ പറയുന്നൊരു മറുപടി എന്ന് പറയുന്നത്, അർജുൻ്റെ കുടുംബം, അവരുടെ ഭാര്യ, അവരുടെ മക്കൾ, ഇവരെല്ലാവരും തന്നെ അത്തരത്തിൽ ഇടപെടൽ നടത്തുന്ന, അല്ലെങ്കിൽ അവർക്കൊക്കെ ഒരു ഉത്തരം നൽകണം, അവരുടെയൊക്കെ സങ്കടം ഞാൻ കാണുന്നതാണ് എന്നുള്ളതാണ്. കാരണം അതിനകത്തൊരു വൈകാരികമായിട്ടുള്ള തലം കൂടിയുണ്ട്. ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനോട് തോന്നുന്ന ഒരു മാനവികതയുടെ ഒരു തലം കൂടിയാണത്. അത്തരത്തിൽ ആത്മാർത്ഥമായിട്ടുള്ള ഒരു ഇടപെടൽ തന്നെയാണ് ഈശ്വർ മാൽപ്പെ ഇതിനകത്ത് നടത്തിയിട്ടുള്ളത്. പക്ഷേ അത്തരത്തിൽ അതല്ലെങ്കിൽ അതിനോളം വരുന്ന ഒരു ഇടപെടലെങ്കിലും ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്നും ഇത്തരത്തിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും ഇവിടെ ഉണ്ടാവേണ്ടതായിരുന്നു. പക്ഷേ അത് ഉണ്ടായില്ല എന്നത് വളരെ ദൗർഭാഗ്യകരമാണ്. എന്തായാലും തിരച്ചിൽ ഇപ്പോൾ ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഏകദേശം ഈ പറയുന്ന 1, 2, 3 എന്ന് പറഞ്ഞ് ഈ പുഴയ്ക്ക് നടുവിൽ രൂപപ്പെട്ടിട്ടുള്ള ദ്വീപുകൾ പോലുള്ള മൺകൂനയോട് കേന്ദ്രീകരിച്ചിട്ടുള്ള ആ സ്പോട്ടുകളാണ്. നേരത്തെ തന്നെ സുജയ പറഞ്ഞതുപോലെ തന്നെ ഇന്ദ്രപാലൻ്റെ സോണാർ പരിശോധന, അതുപോലെ തന്നെ റഡാർ പരിശോധനയിലെല്ലാം തന്നെ ശക്തമായിട്ടുള്ള ലോഹ സാന്നിധ്യമുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുള്ള മേഖലകളിൽ 1, 2, 3 എന്ന് പറഞ്ഞ് രേഖപ്പെടുത്തിയിട്ടുള്ള സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചായിരിക്കും ഇന്നത്തെ പരിശോധന ഇനി ഉച്ചയ്ക്ക് ശേഷം നടക്കുക. അല്ലെങ്കിൽ അവിടങ്ങളിലായിരിക്കും പ്രധാനമായും ഡൈവിംഗ് നടക്കുക എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇനി നാളെ എന്തായാലും ഈ തിരച്ചിൽ ഉണ്ടാവില്ല എന്നുള്ളത് തന്നെയാണ് ഇവർ പറയാതെ പറഞ്ഞിരിക്കുന്നത് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഔദ്യോഗികമായി അങ്ങനെ ഒരുപക്ഷെ പറയാൻ അവർക്ക് പരിമിതികൾ ഉള്ളത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാകും. പക്ഷേ എന്തായാലും നാളെ തിരച്ചിൽ ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഏറെക്കുറെ വ്യക്തമായിരിക്കുന്നു. മറ്റന്നാൾ മാത്രമായിരിക്കും ഇനി തിരച്ചിൽ ഉണ്ടാവുക. എന്തായാലും വളരെ സങ്കടകരമായിട്ടുള്ള കാര്യം, അർജുൻ ഇപ്പോഴും ഈ ആഴങ്ങളിൽ എവിടെയോ കഴിയുന്നു. അർജുൻ്റെ നമ്മളെല്ലാം ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് ഉത്തരമില്ലാതെ അവശേഷിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം. അർജുൻ്റെ കുടുംബം ഉൾപ്പെടെ ഓരോ തവണ കാണുമ്പോഴും പറയുന്നത്, തീർച്ചയായും അർജുൻ കല്യാട് ജൂലൈ 16 മുതൽ ആ കുടുംബം കാത്തിരിക്കുകയാണ്. രാവിലെ ഉറക്കം എഴുന്നേറ്റ് വരുമ്പോൾ താൻ അയച്ച മെസ്സേജിന് ബ്ലൂ ടിക്ക് വരുന്നതും കാത്തിരിക്കുന്ന ഒരു ഭാര്യ, അത് കണ്ണാടിക്കലിലെ വീട്ടിലുണ്ട് അർജുന്. അവർ അന്ന് അർജുൻ്റെ മറുപടി, അല്ലെങ്കിൽ അർജുൻ ആ സന്ദേശം കണ്ടില്ല, ലാസ്റ്റ് സീൻ കാണുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് അവർ അർജുൻ എന്തുകൊണ്ടാണ് ഇനിയും ബന്ധപ്പെടാത്തത് എന്ന തെരച്ചിലിലേക്ക് പോയത്. പിന്നീടാണ് ഈ മണ്ണിടിച്ചിലിൻ്റെ വിവരം അറിയുന്നത്. ഉടൻ തന്നെ അവർ പോലീസിനെ ബന്ധപ്പെടുന്നു, ഒപ്പം പരാതികളുമായി പോകുന്നു. എന്നിട്ടും 2 ദിവസത്തെ സമയമെടുത്തു. 16-ാം തീയതി രാവിലെ 8:33 മണ്ണിടിഞ്ഞെങ്കിലും ആ മണ്ണിനടിയിൽ അല്ലെങ്കിൽ മണ്ണിനോടൊപ്പം പുഴയിലേക്ക് വീണു പോയിട്ടുള്ള അർജുന് വേണ്ടിയുള്ള തെരച്ചിൽ തുടങ്ങാൻ 2 ദിവസം പിന്നിടേണ്ടി വന്നു. അതിനിടയിൽ ആ മണ്ണിൽ ഉറച്ചുപോയോ അതോ നദിയിലൂടെ മുന്നോട്ട് നീങ്ങിയോ അർജുൻ്റെ വാഹനം? എവിടേക്കാണത് പോയത്? എവിടേക്കാണ് അർജുൻ മാഞ്ഞു പോയത് എന്നറിയാതെ കാത്തിരിക്കുന്ന കണ്ണാടിക്കലിലെ ആ കുടുംബത്തിന് വേണ്ടിയാണ് നമ്മളും അവിടെ തുടരുന്നത്. എവിടെയാണ് അർജുൻ്റെ വാഹനം എന്നതിലേക്ക് എത്താൻ നമുക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്.